ആ അമ്മേടെ വീട്ടിൽ ട്രോളും ബിരിയാണി ഇപ്പൊ വരും എന്നുള്ള പ്രതീക്ഷയിൽ അമ്മ കാത്തിരിക്കുകയാണ്. ഇതില് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൻ ബിരിയാണിയാണ് ബിരിയാണി. നമ്മളൊരു കഷായം കുടിക്കുന്നത് പോലെ നമ്മള് തുറക്കാൻ പോവാണോ? ഇപ്പൊ തന്നെ ക്ഷീണിതനായി. അതെ, ബാക്കിയൊരു സ്വാദില്ലാന്ന്. ഇനി നമ്മൾ എവിടെയാ പോണേ? റെസിഡൻസ് അസോസിയേഷനിലെ വനിതാ ദിന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോവാ. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ശരിക്കും സ്നേഹിക്കണമെങ്കിൽ നമ്മളെക്കാൾ താഴെയുള്ളവരെ ചേർത്ത് നിർത്തുക. അപ്രതീക്ഷിതമായിരുന്നു. അതെ, നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്നാ അപ്പ ആദ്യം എവിടേക്കാ പോണേ? ആ നമ്മുടെ വനിതാ ദിന സ്പെഷ്യൽ. ആ വെജ് ബിരിയാണി കേട്ടോ. അപ്പൊ ഇന്ന് അമ്മയോ? ആ ആ ആ ആ അപ്പൊ എനിക്കൊരു ചമ്മന്തി ആണെങ്കിലും മതി. ആ അമ്മേടെ വീട്ടിൽ ട്രോളുണ്ട്. സാധാരണയിൽ സാധാരണക്കാരിയാണ് നിങ്ങളൊക്കെ. സാധാരണ ഞാൻ അതിലും സാധാരണ. ഇതേയൊന്നുമല്ല, ഞാൻ അങ്ങനെ തന്നെ എന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോണേ. മഞ്ഞ കളറ് കണ്ണീട്ടടിക്കുന്നു. എന്നാ ചെയ്യുന്നപ്പ പാട്ട പെയിന്റ് മാറിപ്പോയത് കേട്ടോ. പെയിന്റ് പാട്ട പൊട്ടിച്ചപ്പോ നമ്മൾ ഉദ്ദേശിച്ച കളർ ആയിരുന്നില്ല. അതുകൊണ്ട് അത് വർക്ക് ഏരിയ സൈഡിൽ അങ്ങ് അടിച്ചു കൊടുക്കും. അതെ അതെ. പക്ഷെ കുഴപ്പമില്ലാന്ന് വെച്ചാൽ സ്റ്റെയർ കേസും വർക്ക് ഏരിയയുടെ ഒരു സൈഡും ഫ്രണ്ടിലെ സൈഡിൽ കൂടെ വരുമ്പോ കാണും. അതുകൊണ്ട് പിന്നെ ഇനി അത് പൊട്ടിച്ചും പോയി, അതുകൊണ്ട് മാറ്റിയില്ല. ബാക്കിയൊക്കെ ഐവറി തന്നെ അടിച്ചേക്കണം. ഓക്കെ, അത് വെയില് ഉദിക്കുമ്പോ തിളക്കി. ഇനി ചായ കത്തിക്കാൻ ഞാൻ മാറ്റിക്കണം കേട്ടാ. ബിരിയാണി ഇപ്പൊ വരും എന്നുള്ള പ്രതീക്ഷയിൽ അമ്മ കാത്തിരിക്കുകയാണ്. ഇതില് ഇട്ടിട്ടുണ്ട് ബിരിയാണി കൊള്ളാന്ന് ഓരോരുത്തര്. ഓ, അപ്പൊ നമ്മള് വെജാണ്, എങ്ങനെയാന്ന് കഴിച്ചിട്ട് നമുക്ക് അഭിപ്രായം നമ്മുടെ വീഡിയോയില് പറയാം. അപ്പൊ അപ്പ ഇപ്പൊ വരും. അപ്പൊ വന്നോണ്ടിരിക്കുന്നുണ്ട്. കേക്കണ്ട്. ആ അതെ 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 അതെ. ഓക്കെ ഓക്കെ, നോക്കട്ടെ. അപ്പൊ വന്നോ? നമ്മുടെ ഇതില് ഗ്രൂപ്പിൽ പലരും ഇട്ടു ബിരിയാണി കൊള്ളാന്ന്. ചിക്കന് എടുത്തോട്ടെ. അല്ല, നമ്മുടെ വെജല്ലേ? നമ്മുടെ വെജാ. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൻ ബിരിയാണിയാണ് ബിരിയാണി. ഈസ്റ്റർ ആകുമ്പോൾ കഴിക്കാം. നമ്മളൊരു കഷായം കുടിക്കുന്നത് പോലെ. അതെ, അല്ലാണ്ട് പിന്നെ എന്നാ. ഒന്നാമത്തെ ആ നെയ്യില് ഇതൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഒരു വല്ലാത്ത മട്ടിപ്പ് ടേസ്റ്റ് ആയിരിക്കും വെജിറ്റബിൾ ബിരിയാണി. നേരെ മീറ്റ് ഉണ്ടെങ്കിൽ ആ മീറ്റിന്റെ ഫ്ലേവർ കൂടി ചേരുമ്പോ അത് കുറെ കൂടെ ആസ്വാദികരമായിരിക്കും. ഒരു ചേഞ്ച് എന്നാ അപ്പൊ ചെയ്യണേ? ഒരു ചേഞ്ച്. അപ്പൊ നമ്മള് തുറക്കാൻ പോവാണോ? ആ അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി. തണുത്തോ? അത് ഇങ്ങനത്തെ പണിയൊന്നും അത്ര വെളുത്താലാട്ടോ. തണുത്തോ? എന്റെ ധനുസ്വഭാവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. എടുക്കട്ടെ കേട്ടോ. പ്ലേറ്റ് എടുക്കട്ടെ. എന്നാ സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് ഇവിടെ വെക്കട്ടെ കേട്ടോ. കറികൾ എടുത്ത് വെക്കാനേ. നമ്മള് സാലഡ് ഉണ്ടാക്കി വെച്ചായിരുന്നു. സാലഡ് ഉണ്ടോ ഈ കൂട്ടത്തില്? അല്ല, അതില് പിക്കിളും സാലഡും കണ്ടു. നമ്മളുണ്ടാക്കി ഇച്ചിരി എടുക്കാം. നമ്മൾ വൈകുന്നേരത്തേക്ക് ശരിയാവില്ല. സ്പൂണും വെക്കാനാട്ടോ. അപ്പോൾ ഇതിന്ന് തന്നെ കഴിക്കാൻ. അത് വേണ്ട, ഇതിന്ന് കഴിച്ചാലേ. അതെ, പിക്കിള് 2 പാക്കറ്റ്, സാലഡ് 2 പാക്കറ്റ് എടുക്കട്ടെ. അവിടെ ക്യൂ ഒക്കെ തീർന്നോ? എനിക്ക് തോന്നിയായിരുന്നു. മണമൊക്കെ നല്ല. ഞാൻ നിങ്ങൾ ആരും കഴിക്കുന്നതിന് മുന്നേ ടേസ്റ്റ് ചെയ്ത് നോക്കാം. മണം അടിച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. ഗുഡാ. വെജാണെങ്കിലും ഗുഡാ. എനിക്ക് മണം വന്നപ്പോ തോന്നി. അത് നമ്മുടെ ഇടപാട് നടത്തിയേക്കുന്ന ആൾക്കാരും മിടുക്കരാണല്ലോ. അതിന്റെ ഉണ്ടാവും കുറച്ച്. ശൈല ചേച്ചി എന്നോട് പറഞ്ഞത് നമ്മുടെ പ്രസിഡന്റിനെ ഏൽപ്പിച്ചേക്കണം. ഏതാ? റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞായിരുന്നു. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സംഭവം കിടുക. അയ്യോ, സ്പൈസസ് ഒക്കെ നന്നായിട്ടുണ്ട്. അരി ഇതാടി, കുഞ്ഞരി, അരി, ബിരിയാണി റൈസ് തന്നെ.
അപ്പയ്ക്ക് വെച്ചേ ആ എന്നെ കാണരുത്. അതാ ഇപ്പൊ തന്നെ പച്ചക്കറി കൂട്ടി അപ്പ ഇച്ചിരി ക്ഷീണിതനായി. മൊത്തത്തില് ബാക്കിയൊരു സ്വാദില്ലാന്ന് പറഞ്ഞു. യഥേഷ്ടം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒട്ടിക്കൽ തുറക്കലാണ് ഏറ്റവും വലിയ ഭാരം. നാരങ്ങ പിക്കിള ഇതിന്റെ കൂടെ മിക്കവാറും നാരങ്ങയാണ്. ഡൈജഷനൊക്കെ നല്ലത് നാരങ്ങയാണ്. പിന്നെ ഈന്തപ്പഴയിൽ ചിലത് വെക്കും കേട്ടോ. സാലഡ് നമ്മുടെ എടുത്താ പോരെ. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാട്ടോ, ഞാൻ അഭിപ്രായം പറയാം. സാലഡ് അപ്പയ്ക്ക് ബൗളിൽ കൊടുക്കണം. ഞാൻ നോക്കിക്കോട്ടെ കേട്ടോ നമ്മുടെ ഇതിന് ഉപ്പുണ്ടോന്ന്. നല്ലതാ. മറ്റേ നമുക്ക് എടുക്കാൻ കേട്ടോ. ഞാനിത് ഇത്രയും ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇവിടുത്തെ സാലഡ് അങ്ങ് എടുത്തന്നേ ഉള്ളൂ. അപ്പം രണ്ടുപേരും കഴിച്ചാൽ ഈ സാലഡ് മതിയില്ല എപ്പോഴും പറയും. വെരി റിഫ്രഷിങ് സാലഡ്. അമ്മയുടെ കൈപുണ്യം ആവോളം ഇറങ്ങിയിരിക്കുന്ന കൊടുക്കാം. എന്നിട്ട് ചോദിക്കാം. അതോടൊപ്പം നമുക്ക് എടുക്കാം. ഓക്കേ ഓക്കേ. ഞാനേ സാലഡ് ഞാൻ കുറച്ച് ഉണ്ടാക്കിയതുകൊണ്ട് നമ്മുടെ അങ്ങ് എടുത്തു കേട്ടോ. വെള്ളിരിയൊക്കെ ഇട്ടോളാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എടുത്തോളാം നോക്കിയേച്ച്. നല്ല ബിരിയാണി നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ടോ? അപ്പയ്ക്ക് പിക്കിള് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല പിക്കിളാട്ടോ. നല്ല പിക്കിളാണല്ലോ. നന്നായിട്ട് മെച്ചൂർ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. നല്ല പിക്കിളുവാ. ആണോ? ഞാൻ നാരങ്ങ പിക്കിൾ അങ്ങനെ കഴിക്കാറില്ല സാധാരണ, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ആർ യു ഹാപ്പി വിത്ത് ടുഡേസ് ലഞ്ച്? നന്നായിട്ടുണ്ട്. അപ്പേ ഹാപ്പി അല്ലേ? ഞാനും വളരെ ഹാപ്പിയാണ്. ഞങ്ങളങ്ങനെ ബിരിയാണിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ബിരിയാണിയൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എവിടെയാ പോണേ? പ്രസൻസ് അസോസിയേഷനിലെ വനിതാ ദിന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോവാണ്. ഞങ്ങള് പ്രോഗ്രാമിനൊന്നുമില്ല, ഇഷ്ടംപോലെ പരിപാടികൾ അവിടെ ഉണ്ട്. പാചക മത്സരമുണ്ട്. പാലട പായസത്തിന്റെയും വട്ടയപ്പത്തിന്റെയാണ് മത്സരം. അപ്പൊ നൊയമ്പിന്റെ കാലഘട്ടം ആയതുകൊണ്ട് ഞങ്ങൾ കള്ളൊഴിച്ചല്ലേ ചെയ്യാറ്. അതുകൊണ്ട് ഞങ്ങള് കള്ള് മേടിക്കാത്തത് കൊണ്ടും നൊയമ്പ് കാലത്ത് അതുകൊണ്ട് ഉപയോഗിക്കാത്തത് കൊണ്ടും ആ പരിപാടിക്ക് ചേർന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ അവിടെ കാണാവുന്ന കലാപരിപാടികളുടെ ഒക്കെ ക്ലിപ്പിംഗ് ഒക്കെ എടുക്കാം. അപ്പൊ ഓൾറെഡി പോയിട്ടോ, ഇവിടെ അടുത്താണ്. 4:15 തന്നെ പോയി നടന്നാണ് ഞങ്ങള് പോകുന്നത്. പാട്ട് കേൾക്കാം. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടാ. നമ്മൾ ചെന്നപ്പോഴേക്കും ജസ്റ്റ് പരിപാടി അങ്ങ് തുടങ്ങിയായിരുന്നു. എല്ലാവരും ഒക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വനിതാ ദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഭംഗിയുള്ള ഒരു പേര് തന്നെ കൊടുത്തിട്ടുണ്ട്, സ്നേഹവിളക്ക്. ഏതൊരു പരിപാടിയുടെയും തുടക്കം സ്വാഗത പ്രസംഗത്തിലൂടെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ഭംഗിയായി തന്നെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഫാനിൻ്റെ അടുത്ത് തന്നെ സീറ്റ് ഉറപ്പിച്ചു കേട്ടോ. കാരണം അല്ലെങ്കിൽ കുറച്ച് നേരം ഇരിക്കുന്ന കാരണം പുറത്താണെങ്കിലും നമുക്ക് ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇരുന്നത്. എന്തിനാണ് സ്ത്രീകൾ ജോലിക്ക് പോകണമെന്ന് പറയണേ? 1 രൂപയാണെങ്കിലും സ്വന്തമായിട്ട് മറ്റൊരാളുടെ അടുത്ത് കൈ നീട്ടേണ്ടി വരണ്ട. ബുദ്ധിമുട്ടി തന്നെ ഓരോരുത്തരും ജോലി ചെയ്യുന്നത് അല്ലേ? വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. വനിതാ ദിനത്തിൽ നമ്മൾ എല്ലാവരുടെയും നേട്ടങ്ങളെ കുറിച്ചും അതേപോലെ ഇന്ദിരാഗാന്ധി, ഹെലൻ കെല്ലർ, അതേപോലെ മലാല യൂസഫായി, ഇവരെല്ലാം നമ്മൾ ഓർക്കുന്ന ഒരു ദിനം കൂടിയാണ്. അപ്പം എല്ലാവരും അവരവരുടെ ആ ഫീൽഡിൽ അവർ ഉയർന്നു. അപ്പോൾ നമ്മൾ ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് കാഴ്ച വൈകല്യം കൊണ്ട് എല്ലാ തരത്തിലും കലാരംഗത്തും സാഹിത്യരംഗത്തും എല്ലായിടത്തും അവരുടെ ആ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ആ പരിമിതികളെ കുറിച്ച് ഓർത്തിരിക്കാതെ നമ്മളും അതേപോലെ നമ്മുടെ ആ കഴിവുകൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ കഴിവുകളെ കുറിച്ച് ബോധവൽക്കരിച്ച് അതിനനുസരിച്ച് നമ്മൾ ഉയരാനായിട്ട് ശ്രമിക്കണം. അപ്പം നമ്മുടെ കഴിവുകൾ നമുക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ആ കഴിവുകളെ എല്ലാം തീരുമാനിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുകയാണ് കേട്ടോ.
നമ്മുടെ വനിതാ ദിന പരിപാടിയുടെ ചീഫ് ഗസ്റ്റായ ശ്രീമതി ഡോക്ടർ മേരിക്കുട്ടി ആൻറ്റിയുടെ സ്പീച്ചിൻ്റെ ചില പ്രസക്തമായ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം അതിൽ നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ട ചില മെസ്സേജുകൾ ഉള്ളതുകൊണ്ടാണ് അത് നിങ്ങൾക്കും കൂടി കേൾക്കാനായിട്ട് ഇവിടെ കൊടുക്കുന്നത്. ഒന്ന് കേട്ട് നോക്കിയാലോ. സ്ത്രീ എന്ന് പറഞ്ഞാൽ സത് പ്ലസ് ശ്രീ, സത് അധികം ശ്രീ, അതാണ് സ്ത്രീ എന്ന് പറയുന്നത്. അതായത് സൽഗുണങ്ങൾ ഉള്ളവളാണ് സ്ത്രീ. ആണോ? ഒരുപാട് സൽഗുണങ്ങളുണ്ടോ സ്ത്രീകൾക്ക്? ഉണ്ടോ? ഉണ്ട്, ഒരുപാട് സൽഗുണങ്ങളുണ്ട് അല്ലേ? പുരുഷന്മാർക്കും ഉണ്ട് ഗുണങ്ങള്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഗുണങ്ങളുണ്ട്. 2 തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് സാഹസികത, ശക്തി, കായികക്ഷമത അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് ഉള്ളതെങ്കിൽ സ്ത്രീകൾക്ക് എങ്ങനെയാണ്? കുറച്ചും കൂടി കരുണ, സ്നേഹം, അലിവ്, ദയ, ഇങ്ങനെയുള്ള സോഫ്റ്റായിട്ടുള്ള ഗുണങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് ദൈവം മക്കളെ പ്രസവിക്കാനും വളർത്താനും ഒക്കെയുള്ള ചുമതല സ്ത്രീകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അമ്മമാരായിട്ട് അവർക്കാണ് ഒരുപാട് സ്നേഹിക്കാനും ക്ഷമിക്കാനും കരുതാനും കൂടെ നിർത്താനും ഒക്കെ കഴിയുന്നത് അമ്മമാർക്കാണ്. വിമൻ എന്നുള്ള നമ്മളെപ്പോഴും നിങ്ങൾ വാട്സാപ്പിലൊക്കെ ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ വനിതാ ദിനമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ആ വിമൻ എന്നുള്ളതിൻ്റെ ആ ഫുൾ ഫോം? W എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറയണം കേട്ടോ. വണ്ടർഫുൾ മദർ ആണോ? അത്ഭുതകരമാണ് ഒരു അമ്മയുടെ പ്രവൃത്തികൾ അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ വന്ന കുഞ്ഞിനെ 9 മാസം വയറ്റിൽ കൊണ്ട് നടന്ന് പ്രസവിച്ച് പാലൂട്ടി വളർത്തുക എന്നുള്ള ഒരു മഹത്തായ കർമ്മം. അപ്പം W എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ വിമൻ. O എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ഫ്രണ്ട്സ്, എപ്പോഴും നല്ലൊരു സുഹൃത്താണ് അല്ലേ? ഓരോ അമ്മയും ഓരോ വനിതയും നല്ലൊരു സുഹൃത്താണ്. M എന്ന് പറഞ്ഞാൽ എന്താണ്? മാർവെലസ് ഡോട്ടർ. മാതാപിതാക്കൾക്ക് എപ്പോഴും സ്നേഹം നിറഞ്ഞ കുട്ടികളാണ് പെൺകുട്ടികൾ അല്ലേ? ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ശരിക്കും സ്നേഹിക്കണമെങ്കിൽ പെൺമക്കൾ വേണമെന്നാണ് പറയുന്നത്. പെൺമക്കള് ഇല്ലാത്തവര്, പെൺമക്കൾ വരും അല്ലേ? ആ മക്കൾക്ക് പെൺമക്കൾ വരും, അവരുടെ സ്നേഹമാണ് വലുതെന്നാണ് പറയുന്നത്. സോ മാർവലസ് ഡോട്ടർ. ഇനി എന്താ ഉള്ളത്? എ അഡോറബിൾ സിസ്റ്റർ, സഹോദരി അല്ലേ? സഹോദരി സഹോദര ബന്ധം, ഉടപ്പുറപ്പുള്ള തമ്മിലുള്ള ആ ബന്ധം ലോകത്തിലെ ഏറ്റവും വലിയൊരു ബന്ധമാണ്. ഇനി ഒരു എന്നുണ്ട്, നൈസസ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് ടു മാൻ. ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്, ഒരു സമ്മാനമാണ്, ഒരു വരദാനമാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സ്ത്രീ അല്ലേ? നമ്മളെക്കാൾ താഴെയുള്ളവരെ ചേർത്ത് നിർത്തുക. ഇപ്പൊ സമൂഹത്തിലെ താഴെ കിടക്കുന്നവരെ അല്ലെങ്കിൽ പിടിച്ചുയർത്താൻ നമ്മളെക്കാൾ താഴെയുള്ളവരെ, വീണ് കിടക്കുന്നവരെ കൈ കൊടുത്ത് പിടിച്ച് ഉയർത്താനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഭൂമിയിൽ പിറന്ന മനുഷ്യനെന്ന നിലയിൽ നമുക്ക് പിറന്ന എല്ലാവർക്കും ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഉണ്ടോ? ഉത്തരവാദിത്വം ഉണ്ടോ? നമ്മൾ സ്വാർത്ഥരാകാമോ? ഇല്ല. അതാണ് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഇന്നില്ല പല പല സംഘടനകളെ രാഷ്ട്രീയത്തിലൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു ചന്ദനത്തിരി കത്തിക്കില്ല നമ്മളൊക്കെ. അതെന്ത് ചെയ്യുന്നത്? സുഗന്ധം പരത്തിക്കൊണ്ട് എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് അതിനുവേണ്ടിയല്ല, സുഗന്ധം കൊടുക്കുന്നു, എന്നിട്ട് എരിഞ്ഞു ഒരു പൂവിടുന്നു. പൂവിടാന്ന് നിൽക്കുമ്പോൾ അതിന്റെ സൗരഭ്യം ആർക്കാ കിട്ടുന്നത്? പൂവിനാണോ? നമുക്കാണ്. സൂര്യൻ ആർക്കാ ചൂട് തരുന്നത്? നമുക്കാണ്, സൂര്യനല്ല. ഇങ്ങനെ എത്ര പ്രകൃതിയിൽ എങ്ങോട്ട് നോക്കിയാലും എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പക്ഷേ ബുദ്ധിയും ബോധവും ജ്ഞാനവും അറിവുള്ള മനുഷ്യർ മാത്രം എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെ എങ്ങനെ തറവെത്തിക്കാം, എങ്ങനെ കാലച്ചോട്ടാം, അവരെ എങ്ങനെ ഒതുക്കാം, അല്ലെങ്കിൽ എങ്ങനെ എതിരാകാം. എല്ലാവരും അങ്ങനെയാണെന്നല്ല, എങ്കിലും മനുഷ്യർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ടല്ലേ. അപ്പം അത് നമ്മൾ മാറണം. നമ്മുടെ പ്രകൃതിയിൽ നിന്നും പക്ഷികളിൽ നിന്നും പറവകളിൽ നിന്നും എല്ലാം കണ്ടുപിടിക്കേണ്ട ഒരു വലിയ ഗുണമാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള. നമുക്ക് വേണ്ടി മാത്രം പോരാ, നമുക്കും വേണം മറ്റുള്ളവർക്കും വേണ്ടി. അവളെ നന്നായിട്ട് പഠിപ്പിക്കണം. അപ്പൊ എല്ലാവരും ഓർക്കും, അയ്യോ ഇവളെ പഠിപ്പിച്ചാലും പിന്നെ സ്ത്രീധനം കൊടുക്കണം, കല്യാണം കഴിച്ചു കൊടുക്കണം. അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പഠിപ്പിക്കുക, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക.
എന്താണ് സംഭവിക്കുന്നത് കല്യാണം കഴിഞ്ഞാലും നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും നല്ല വിവാഹമൊക്കെ തരപ്പെടുത്തി കൊടുത്താലും നമ്മുടെ മുന്നിലുണ്ട് ഉത്ര. മരിച്ച ഓർക്കുന്നുണ്ടോ? പാമ്പ് കടിയേറ്റ് മരിച്ച ഉത്ര, വിസ്മയ. യാതൊരു നിവൃത്തിയില്ലാഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്തതാണല്ലേ, എഡ്യൂക്കേറ്റഡ് ആയിരുന്ന ഗേള്. പക്ഷെ അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, സ്ത്രീധന മരണങ്ങള്. അപ്പൊ പലതും സംഭവിക്കാൻ കല്യാണം കഴിച്ച്. എത്രയോ സെപ്പറേഷനും ഡിവോഴ്സും ഒക്കെ ഇന്ന് നടക്കുന്നു. ചിലപ്പോൾ ആ കാലത്തിൽ മരണം ഉണ്ടാകാം അല്ലേ. അപ്പം നമ്മളുടെ മകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാകുക, അതാണ് ഏറ്റവും പ്രധാനം. എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു പ്രാപ്തി ഉണ്ടാകണം. അതിനാണ് വിദ്യാഭ്യാസം. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, പഠിപ്പിക്കാവുന്നിടത്തോളം പഠിപ്പിക്കുക. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ബാലൻ തൻ വിദ്യാൽ ഒറ്റ ഭവനത്തിനിരുട്ടുപോ, ബാലതൻ വിദ്യാൽ വായിക്കും പ്രകാശം പല വീട്ടിലും. ബാലന്റെ വിദ്യാഭ്യാസം, ആൺകുട്ടിയുടെ വിദ്യാഭ്യാസം കൊണ്ട് ഒരു വീട്ടിലെ ഇരുട്ടാണ് പോകുന്നതെങ്കിൽ, ബാലന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഒരുപാട് വീട്ടിലെ ഇരുട്ട് മായേണ്ടതാണ് അല്ലേ. നമ്മളെല്ലാവരും അല്ലേ, നമ്മൾ പല സ്ഥലത്തുള്ളവര്, പല വീടുകളിലുള്ളവര്, പല കുടുംബങ്ങളിലെ, പല പദവികളിലെ, പല ഇതിലുള്ളവരാണ് അല്ലേ. അപ്പൊ ഇതുപോലെയുള്ള അസോസിയേഷനുകളിലൂടെയൊക്കെ എല്ലാവരും ഒന്ന് ചേർന്ന് പ്രവർത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് അങ്ങോട്ട് ചേർന്ന് വിട്ടുകൊടുത്ത് ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക. വിജയം സുനിശ്ചിതമാണ് നമുക്കെല്ലാവർക്കും. ഒരിക്കൽ കൂടി വനിതാ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും എൻ്റെ പ്രിയപ്പെട്ട വനിതാ സുഹൃത്തുക്കൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് നമ്മുടെ അസോസിയേഷനിലെ അമ്മമാർക്ക് നൽകുന്ന ഒരു കൊച്ചു ഉപഹാരമാണ് കേട്ടോ. എല്ലാവരുടെയും ഞാൻ എടുത്തിട്ടില്ല, കാരണം അത് ഇത്തിരി ലോങ് ആയി പോകില്ല, അതുകൊണ്ടാണ്. അക്കൂട്ടത്തിൽ അമ്മയ്ക്കും കിട്ടി. ഇതേ കണ്ടോ, ഭയങ്കര സന്തോഷമായി. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു കൊച്ചു മിഠായി ആണെങ്കിലും അത് സമ്മാനമായി കിട്ടുന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അമ്മ പറയുക, ചിലപ്പോൾ ഇതിനകത്ത് മിഠായി ആയിരിക്കും, നമുക്ക് തുറന്നു നോക്കാം എന്നൊക്കെ പറയാണ്. പ്രസിഡന്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 8 വനിതാ ദിനം എന്ന 10-ാം തീയതി വിപുലമായ പരിപാടികളോടെ സ്നേഹവിളക്ക് എന്ന പേരിൽ ഇവിടെ ആഘോഷിക്കുകയാണ്. സ്നേഹവിളക്ക് എന്നുള്ള പേരിൽ തന്നെ ആ വനിതാ ദിനത്തിൻ്റെ പ്രത്യേകത കലർന്നിട്ടുണ്ട്. കാരണം സ്നേഹം നമുക്കിന്ന് സമൂഹത്തിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആ സ്നേഹവിളക്ക് സെലക്ട് ചെയ്ത ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി സോജയാണോ അതിൻ്റെ ആൾ? സോജയ്ക്ക് പ്രത്യേകമായ ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നല്ലൊരു പേര്. വനിതാ ക്ലബ്ബ് കുറേ ദിവസങ്ങളായി ഇവിടെ പല പരിപാടികളും റിഹേഴ്സലൊക്കെ ചെയ്ത് ഇന്ന് ഗംഭീര പരിപാടികളൊക്കെ ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി കലാപരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു കേട്ടോ ഓൾറെഡി. അപ്പോൾ നല്ലൊരു മെസ്സേജ് നൽകിയ ഡോക്ടർ മേരിക്കുട്ടി ആൻറ്റിയോട് അമ്മ അനുമോദനങ്ങളൊക്കെ അറിയിക്കുന്നതാണ് ഈ കാണുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി സോങ് ഒക്കെ നടക്കുന്നുണ്ട്. അത് ഇടാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് കേട്ടോ, കാരണം നമുക്ക് ഇത് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇത് നമ്മുടെ അസോസിയേഷനിലെ സ്മാർട്ട് ലേഡീസിൻ്റെ, അതും പ്രായഭേദമേന്യേ അവരവതരിപ്പിക്കുന്ന ഗ്രൂപ്പ് സോങ്, ഫ്യൂഷൻ ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അവരുടെയൊക്കെ എസ്പെഷ്യലി ആ സീനിയർ ലേഡീസിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതിനിടയ്ക്ക് അമ്മ എന്തോ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുമുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ തന്നെ ആൻറ്റിയോടാണ്, ഷീല ആൻറ്റിയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അമ്മയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയാൻ ഭയങ്കര താല്പര്യമായതുകൊണ്ട് ആൻറ്റിമാരോടൊക്കെ കുറേ നേരം ഇങ്ങനെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അറിയാലോ, നിങ്ങൾക്കറിയാലോ. കണ്ടിട്ട് എന്തോ ഒരു വലിയ കഥയാണ് അമ്മ നരേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ, എന്തോ ഒരു സംഭവിച്ച സ്റ്റോറി. ഇടയ്ക്ക് വട്ടയപ്പം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് വട്ടയപ്പത്തിൻ്റെയും പായസത്തിൻ്റെയും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വട്ടയപ്പമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. എനിക്കും കിട്ടി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമായിരുന്നു കേട്ടോ. പരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് സ്റ്റേജിൽ.
കൈകൊട്ടിക്കളി അരങ്ങ് തകർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കേണ്ട ടൈം ആയതുകൊണ്ട് ഞങ്ങൾ നീങ്ങുവാണ്. അമ്മേ, 2 എണ്ണം മതി. മതി 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 മതി. വേണ്ട, ഇത്ര മതി. ഗ്ലാസ് ഇവിടത്തെ ആയിരിക്കും ചിലപ്പോ. പറഞ്ഞ പോലെ ഫുഡ് സർവ് ചെയ്തല്ലോ. 7 മണിക്ക് തന്നെ സ്റ്റാർട്ടാണ്. അതുകൊണ്ടാണ് പരിപാടി അല്ലേ. ഫുഡും ആസ് യൂഷ്വൽ വളരെ നല്ല അപ്പവും വെജ് സ്റ്റൂ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു. അപ്പോഴേക്കും സമയം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയപ്പോഴേക്കും നമ്മൾ പോന്നു. പരിപാടി ആസ് യൂഷ്വൽ കണ്ടിന്യൂ ചെയ്യാണ്. എല്ലാവരും നല്ല സ്മാർട്ടായത് കാരണം അവരുടെ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാൻ അവർ വളരെയധികം എനർജറ്റിക് ആയിരുന്നു. അപ്പോൾ കലാപരിപാടികൾ നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ ഇനി വീണ്ടും ഒത്തിരി ലേറ്റായി കഴിഞ്ഞാൽ, അപ്പോൾ അത് കാരണം നമ്മൾ ഡിലേ ആവുന്നതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. വിമൻസ് ഡേയില എല്ലാ അമ്മമാർക്കും ഇവിടെ ഒരു കുഞ്ഞു സ്നേഹ സമ്മാനം തന്നു. അതെ 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 അത് അപ്രതീക്ഷിതമായിരുന്നു. അതെ, എല്ലാം നമുക്കൊന്ന് തുറന്നു നോക്കാം. ആൻസൈറ്റി എല്ലാ അമ്മമാർക്കും കൊടുത്തുവിട്ട് എനിക്ക് മാത്രമല്ല. ആൻസൈറ്റി കിൽസ്. പിന്നെ വട്ടയപ്പൂർ പാലടയ്ക്കും അവിടെ ഗിഫ്റ്റ് അടിച്ചവരുടെ പേരൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നല്ല പാത്രമാണല്ലോ. നല്ല പാത്രം, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റീൽ പാത്രം കേട്ടോ. പിന്നെ ഇതിന് താങ്ക്സ് വിമൻസ് ക്ലബിനാ കൊടുക്കേണ്ടത്. അതെ, അല്ലേ? എല്ലാ അമ്മമാർക്കും കൊടുത്തിട്ടുണ്ട് ഒരു പാക്ക് ചെയ്ത്. അതെ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. വിമൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ. ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ കണ്ടു കാണാം. അപ്പവും കറിയും കഴിച്ചു. വെള്ളമായിരുന്നു, ചൂടായതുകൊണ്ട് കാപ്പി അല്ലായിരുന്നു. അപ്പൊ അതിനു മുമ്പ് പോന്നു. കുറെ നേരം കഴിഞ്ഞപ്പോ ഇപ്പോഴും കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്ത വർഷം വിമൻസ് ഡേ പരിപാടിയുമായി വീണ്ടും കാണാം. നമ്മുടെ യൂഷ്വൽ വീഡിയോ എല്ലാ ദിവസവും ഉണ്ടാവും, പക്ഷെ വിമൻസ് ഡേ വീഡിയോ ഇനി അടുത്ത വർഷം കാണാം കേട്ടോ. ബൈ ബൈ.